പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഡിവൈൻ വോയിസിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ആദ്യമേ തന്നെ ഏവർക്കും ഈശോയുടെ തിരുഹൃദയ തിരുനാളിൻ്റെ ആശംസകൾ പ്രാർത്ഥനാപൂർവം നേരുകയാണ്. നിന്നെയും എന്നെയും മനസ്സിലാക്കുവാൻ ഒരു ദൈവമുണ്ട്, ഒരു ഹൃദയമുള്ള തമ്പുരാൻ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് ഓരോ തിരുഹൃദയ തിരുനാളും നമ്മെ ഉത്ബോധിപ്പിക്കുകയും നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക. ദൈവത്തിന് നല്ലൊരു ഹൃദയമുണ്ട്, ഒരു അപ്പൻ്റെ ഹൃദയമുണ്ട്, ഒരു മാതൃഹൃദയമുണ്ട് എന്ന് ഈ തിരുഹൃദയ തിരുനാള് നമ്മളെ ഓർമ്മപ്പെടുത്തി തരികയാണ്. വളരെ പ്രത്യേകമായിട്ട് ഇന്ന് നാം ചിന്തിക്കുക ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. നമുക്കറിയാം, മരുഭൂമിയിലൂടെ വിശന്നു നടന്ന ഒരു ജനതയെക്കുറിച്ച് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. അത് ഇസ്രായേൽ ജനതയാണ്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് പലായനം ചെയ്യുമ്പോൾ ആ ജനത്തിന് വിശക്കുമ്പോൾ മന്നായും കാടപ്പക്ഷിയെയും നൽകിക്കൊണ്ട് ദൈവം അവരെ തീറ്റിപ്പോറ്റുന്നത് നമ്മളൊക്കെ കാണുന്നുണ്ട്. ഇപ്രകാരം ഒരു ഹൃദയം ദൈവത്തിനുള്ളത് കൊണ്ടാണ്, അനുകമ്പയും ആർദ്രതയുമുള്ള ഒരു ഹൃദയമുള്ളത് കൊണ്ടാണ് ദൈവത്തിന് ഇപ്രകാരം ഈ മനുഷ്യരെ പരിപാലിച്ച് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ദാഹിച്ചപ്പോൾ കരിമ്പാറയിൽ നിന്ന് വെള്ളം നൽകിക്കൊണ്ട് ആ ജനത്തിൻ്റെ ദാഹത്തെ ശമിപ്പിക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിടന്നുറങ്ങി വിശ്രമിക്കുവാനായിട്ട് മേഘസ്തംഭവും അഗ്നിയും ഒക്കെ നൽകി ആ മനുഷ്യരെ പരിപാലിക്കുന്ന ഒരു നല്ല ദൈവത്തെ നമ്മൾ പഴയ നിയമത്തിലൊക്കെ കണ്ടുമുട്ടുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ, ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ കൂടുതലായിട്ട് അറിയുവാൻ ശ്രമിക്കുമ്പോഴാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആ ഭക്തിയിലേക്കും ആ സ്നേഹത്തിലേക്കും നമുക്ക് വളരുവാനായിട്ട് സാധിക്കുക. 1992 ബാഴ്സലോണ ഒളിമ്പിക്സിൽ ഇംഗ്ലണ്ടിൻ്റെ സുവർണ പ്രതീക്ഷയായിരുന്നു ഡെറിക് റെഡ്മണ്ട് എന്ന് പറയുന്ന താരം. അദ്ദേഹം 100 മീറ്ററിന് വേണ്ടി ഓട്ടത്തിലാണ് മെയിനായിട്ട് പങ്കെടുക്കുക. ആ ഒളിമ്പിക്സിൽ ഇംഗ്ലണ്ടിൻ്റെ സുവർണ പ്രതീക്ഷ എന്ന് പറയുന്നതിന് കാരണം അതിനു മുമ്പുള്ള എല്ലാ ക്വാളിഫയേഴ്സിലും ഇദ്ദേഹമായിരുന്നു ഫസ്റ്റായിട്ട് നിലനിന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിന് സുവർണ പ്രതീക്ഷയുണ്ടായിരുന്നു, പ്രത്യാശയുണ്ടായിരുന്നു. ഡെറിക് റെഡ്മണ്ട് ഈ ഒളിമ്പിക്സിൽ വിജയം കൈവരിക്കുകയും അതുവഴി ഇംഗ്ലണ്ടിന് ഒരു സ്വർണ്ണ നേട്ടം കൈവരിക്കാൻ സാധിക്കുമെന്നുള്ളത്. പക്ഷേ കഥയുടെ അവസാനം അല്ലെങ്കിൽ ചരിത്രം പിന്നീട് സാക്ഷ്യപ്പെടുത്തുക, ഈ 100 മീറ്റർ ഓട്ട മത്സരം ആരംഭിക്കുമ്പോൾ ഡെറിക് റെഡ്മണ്ട് എല്ലാവരേക്കാൾ മുമ്പിൽ ഓടുകയാണ്. ഫിനിഷിംഗ് ലൈന് തൊട്ട് മുൻപായിട്ട് ഈ ഡെറിക്കിൻ്റെ കാല് ഇടറി വീഴുകയാണ്. ഒരുപക്ഷെ ഒരു കളിക്കാരനും ഒരിക്കലും മനസ്സിൽ സ്വപ്നം കാണാത്ത രീതിയിൽ, അല്ലെങ്കിൽ തൻ്റെ പ്രത്യാശ നഷ്ടപ്പെടുന്ന രീതിയിൽ ആ ഡെറിക്ക് ആ ട്രാക്കിൽ വീണ് കിടക്കുകയാണ്. പക്ഷേ ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തെ സഹായിക്കുവാനോ അദ്ദേഹത്തെ ഒന്ന് താങ്ങിപ്പിടിക്കുവാനോ വരാതെ അവിടെ അദ്ദേഹം കിടക്കുകയാണ്. ഒരുപക്ഷെ ആ ലോക ജനത മൊത്തം ആ ട്രാക്കിലേക്ക് ഡെറിക്കിനെ മാത്രം നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. ആ നിമിഷം ഗാലറിയിൽ നിന്ന് ഒരാൾ മാത്രം എഴുന്നേറ്റ് വന്ന് ആ ഡെറിക്കിനെ പതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആ ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഫിനിഷിംഗ് ലൈൻ കടക്കുവാനായിട്ട് സഹായിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് വേറെ ആരുമായിരുന്നില്ല, അത് അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു. ആ പിതാവ് ആ ഡെറിക്കിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഡെറിക്കിനെ തോളിലേറ്റിക്കൊണ്ട് ആ ഫിനിഷിംഗ് ലൈനിലേക്ക് പതിയെ പതിയെ നടന്നപ്പോൾ ആ ഡെറിക്കിൻ്റെ പിതാവ് ഇപ്രകാരമാണ് ഡെറിക്കിനോട് പറഞ്ഞു കൊടുത്തത്: നമുക്ക് ഇത് ഒരുമിച്ച് ഫിനിഷ് ചെയ്യാം, നമുക്ക് ഇത് ഒരുമിച്ച് ഫിനിഷ് ചെയ്യാം. ഒരുപക്ഷെ ആ നിരാശയുടെ നിലയില്ലാ കയത്തിൽ വീണുപോയ ഡെറിക്കിനെ പ്രത്യാശയുടെ ചിറകിലേക്ക് കുതിച്ചുയരുവാൻ സാധിച്ചത് ആ ഡെറിക്കിൻ്റെ പിതാവിൻ്റെ വാക്കുകളാണ്. നമുക്ക് ഇത് ഒരുമിച്ച് ഫിനിഷ് ചെയ്യാം. ഒരുപക്ഷെ നമ്മൾ ഇന്ന് ഈശോയുടെ തിരുഹൃദയവുമായിട്ട് ചിന്തിക്കുമ്പോൾ ഈശോയുടെ ഹൃദയം നമ്മളോട് പറയുന്നത് ഇപ്രകാരമാണ്: നമുക്ക് ഒരുമിച്ച് നിത്യജീവനിലേക്ക് പ്രവേശിക്കാം. നിത്യജീവൻ നേടിത്തരുവാനായിട്ട് ഞാൻ നിന്റെ ഒപ്പമുണ്ട് എന്ന് പറയുന്ന നല്ലവനായൊരു ഹൃദയമുള്ള ഒരു ഈശോയുടെ മകനായിട്ടാണ്, മകളായിട്ടാണ് നമ്മളൊക്കെ ആയിരിക്കുക. ഈശോയുടെ ഹൃദയം
നമ്മളെ ഉത്ബോധിപ്പിക്കുന്നതും ഇപ്രകാരമുള്ള ഒരു സ്നേഹത്തിലേക്ക് വളരുവാൻ വേണ്ടിയാണ്. ഒന്നാമതായിട്ട് ഈശോയുടെ ഹൃദയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈശോയുടെ ഹൃദയം പിതാവിൻ്റെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിന്ന ഒരു ഹൃദയമായിരുന്നു. പിതാവിൻ്റെ ഹിതത്തിന് വേണ്ടി വഴങ്ങിയ ഒരു ഹൃദയമായിരുന്നു ഈശോയുടേതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ ഇഷ്ടം നിറവേറ്റുവാനല്ല, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പല ആവർത്തി ഈശോ സുവിശേഷത്തിൽ വെളിപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഗെത്സെമനിൽ ഈശോ കഠിന വേദന അനുഭവിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്, കഴിയുമെങ്കിൽ ഈ കാസ എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന്. പക്ഷേ അവിടെ നിർത്താതെ ഈശോ പറയുകയാണ്, പിതാവേ, എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന്. കുരിശിൽ കിടന്നുകൊണ്ടും ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 42-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്, പിതാവേ, എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. ഇപ്രകാരമാണ് ഈശോ പിതാവിൻ്റെ ഹിതങ്ങൾക്ക് തന്നെ മാറ്റിക്കൊണ്ട് ആ പിതാവിൻ്റെ ഹൃദയത്തോട് തൻ്റെ ഹൃദയം ചേർത്ത് വെക്കുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ കാലത്തെക്കുറിച്ച് നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ ഒത്തിരിയേറെ ഹൃദയമില്ലാത്ത വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഹൃദയകാഠിന്യമുള്ള വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയാണ് ഈശോ നമ്മെ ആ സ്നേഹത്തിലേക്ക്, ഹൃദയ ആർദ്രതയുള്ള, ഹൃദയത്തിൻ്റെ അലിവുള്ള ആ സ്നേഹത്തിലേക്ക് ഈശോ നമ്മളെ ക്ഷണിക്കുക. ഹൃദയ ശാന്തതയുള്ള ഈശോയുടെ ഹൃദയത്തിലേക്ക് നമ്മൾ വളരണമെങ്കിൽ ഇപ്രകാരം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന മക്കളായിട്ട് നമ്മളൊക്കെ മാറണം. ഹൃദയമില്ലാത്തവരുടെ ലോകത്ത് ഈശോയുടെ ഹൃദയം സ്വന്തമാക്കുമ്പോഴാണ് ഈ തിരുഹൃദയ ആചരണം, ഈ തിരുഹൃദയത്തിനോടുള്ള ആ ഭക്തിയൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ആർജിച്ചെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമതായിട്ട് ഈശോയുടെ ഹൃദയം ക്ഷമിക്കുന്ന ഹൃദയമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പത്രോസ് ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് സുവിശേഷത്തിൽ ചോദിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, 7 അല്ല 70 പ്രാവശ്യം ക്ഷമിക്കണം. അതിന് പ്രത്യേകിച്ച് കണക്കുകളൊന്നും പത്രോസിനോട് ഈശോ പറയുന്നില്ല. അനന്തമായി ക്ഷമിക്കുവാനാണ് ഈശോയുടെ തിരുഹൃദയം നമ്മളോട് ആവശ്യപ്പെടുന്നത്. 1981 മെയ് 13-ാം തീയതി ലോകമനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം ഇപ്രകാരമായിരുന്നു. കത്തോലിക്ക സഭയുടെ തലവനായിരുന്ന ജോൺ പോൾ II രണ്ടാമൻ മാർപ്പാപ്പയെ തുർക്കി ഭീകരൻ അലി അഗ്ഗ എന്ന് പറയുന്ന വ്യക്തി വെടിവെച്ചിടുന്നത് നമ്മൾ കാണുന്നുണ്ട്. വെടിവേറ്റ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ ഒത്തിരി ദിവസം അദ്ദേഹം കഴിയുകയാണ്. ഇതിനുശേഷം അദ്ദേഹം രോഗമുക്തിയൊക്കെ പ്രാപിച്ചുകൊണ്ട് ആ രോഗസൗഖ്യം പ്രാപിച്ച് അദ്ദേഹം ആദ്യം ചെയ്തത് ഈ അലി അഗ്ഗ എന്ന് പറയുന്ന ഈ വ്യക്തിയെ പോയി കാണുകയും അദ്ദേഹത്തിന് ക്ഷമ കൊടുക്കുകയും അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന വാർത്തയൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതാണ്. ഇപ്രകാരം ഒരു ക്ഷമിക്കുന്ന സ്നേഹത്തിലേക്കാണ് ഈശോ നമ്മളെ ക്ഷണിക്കുക. പഴയ നിയമത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ നിയമങ്ങളെല്ലാം തച്ചുടച്ച് വാർക്കുന്നവനാണ് നമ്മുടെയൊക്കെ ഈശോ തമ്പുരാൻ. ഈശോ പറയുന്നത് അനന്തമായി സ്നേഹിക്കുവാനാണ്, അനന്തമായി അലിവുള്ള ആർദ്രതയുള്ള ഹൃദയത്തിലേക്ക് വളരുവാനാണ് ഈശോ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുക. അതുപോലെ തന്നെ നമ്മൾ മൂന്നാമതായിട്ട് കാണുക ഈശോയുടെ പ്രത്യേകത, ഈശോയുടെ ഹൃദയം ആരെയും വിധിക്കുന്ന ഹൃദയമായിരുന്നില്ല. ഇന്നത്തെ സമൂഹ മനോഭാവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, കുടുംബത്തിലെ മനോഭാവങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ മാധ്യമ മനോഭാവത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ കാണുന്നത് മറ്റുള്ളവരെ വിധിക്കുന്ന, മറ്റുള്ളവരെ എപ്പോഴും കളിയാക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമകളെയാണ് നമ്മൾ കാണുക. ഈശോയുടെ ഹൃദയം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ആരെയും കളിയാക്കാതെ, ആരെയും ഉപദ്രവിക്കാതെ, എല്ലാവരെയും പരിഗണിക്കുന്ന, വിധിക്കാതെ പരിഗണിക്കുന്ന ആ വലിയ സ്നേഹമാണ് നമ്മൾ ഓരോരുത്തരും കാണുക. ഈശോയുടെ ഹൃദയം എപ്പോഴും എല്ലാ തെറ്റുകളെയും ക്ഷമിക്കുന്ന ഹൃദയമാണ്. അത് ചെറുതെന്നോ വലുതെന്നോ ഇല്ല, മറിച്ച് എപ്പോഴും സ്നേഹിക്കുന്ന, എപ്പോഴും ക്ഷമിക്കുന്ന ഒരു ഹൃദയത്തിന് ഉടമയാണ് ഈശോയുടെ തിരുഹൃദയം. ഉദാഹരണമായിട്ട് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട്. ഒരു സമൂഹം മുഴുവൻ അവളെ ഒറ്റപ്പെടുത്തി അവളെ നടുക്ക് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. പക്ഷേ ആ സമയത്ത് ഈശോ കടന്നു വന്നുകൊണ്ട് ആ ജനത്തോട് പറയുന്നുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളിൽ കല്ലെറിയട്ടെ എന്ന്. ആരെയും വിധിക്കാത്ത ആ കർത്താവിൻ്റെ ആ മനസ്സാണ് നമ്മൾ കാണുക. ഒരുപക്ഷെ ആ സ്ത്രീ അതിലൂടെ സംരക്ഷിക്കുക വഴി ഈശോ ഒരു ആത്മാവിനെ നേടിയെടുക്കുമ്പോൾ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്ന പാഠം ഇതാണ്: ആരെയും വിധിക്കാത്ത ഒരു ഹൃദയത്തിന് നീ ഉടമയാകണം.
ആരെയും വിധിക്കാത്ത ഒരു വ്യക്തിയായി മാറുന്നതിലൂടെയാണ് ഈശോയുടെ ഹൃദയത്തിലേക്ക് നിനക്കും എനിക്കും വളരുവാൻ സാധിക്കുകയുള്ളൂ എന്ന്. രണ്ടാമതായിട്ട് നമ്മൾ കാണുക, ശിമിയോന്റെ വിരുന്നിൽ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. ശിമിയോന്റെ വിരുന്നിൽ ഇപ്രകാരമാണ് സംഭവിക്കുക. പാപിനിയായ ഒരു സ്ത്രീ കടന്നു വന്നുകൊണ്ട് ഈശോയുടെ കാൽ കഴുകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ കാൽ കഴുകുന്ന അവസരത്തിൽ ഈശോയെയും അതുപോലെ തന്നെ ഈ പാപിനിയായ സ്ത്രീയെയും ശിമയോൻ മനസ്സിൽ വിധിക്കുന്നുണ്ട്. ഇപ്രകാരം ശിമയോന്റെ ഈ പ്രവൃത്തി കണ്ട് ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്, ഇവൾ ആരെക്കാളും അധികമായി എന്നെ സ്നേഹിച്ചു. ആരെയും വിധിക്കരുത് എന്ന് ശിമയോനോട് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈശോയുടെ വലിയൊരു മനോഭാവമായി നമ്മൾ ചുങ്കക്കാരൻ സക്കേവൂസിന്റെ ഭവനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. ആ സക്കേവൂസിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ ഇന്നേ വരെയുള്ള എല്ലാ തിന്മകളും മറന്നുകൊണ്ട് ഈശോ അവനെ വിധിക്കാതെ സ്നേഹിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. സമൂഹം അന്നുവരെ ചുങ്കക്കാരനോടും പാപികളോടുമൊക്കെ അനീതി കാണിച്ചപ്പോൾ, അല്ലെങ്കിൽ അവരെയൊക്കെ മാറ്റി നിർത്തി സമൂഹത്തിൽ ഭ്രഷ്ട് കൽപ്പിച്ചപ്പോൾ, അവരെയൊക്കെ ചേർത്ത് പിടിക്കുവാനായിട്ട് ഈ ഈശോയുടെ തിരുഹൃദയം നമ്മളെ ഓരോരുത്തരെയും ഉദ്ബോധിപ്പിക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയം നമ്മളെ അതിലേക്ക് വളർത്തുകയാണ്. അഞ്ചാമതായിട്ട് നമ്മൾ കാണുക, ഈശോയുടെ തിരുഹൃദയം പാപങ്ങൾക്കോ പ്രലോഭനങ്ങൾക്കോ വഴങ്ങാത്ത ഒരു ഹൃദയമായിരുന്നു എന്നുള്ളതാണ്. സാത്താൻ ഈശോയെ പരീക്ഷിക്കാനായിട്ട് കടന്നു വരുമ്പോൾ ഈശോ എപ്പോഴും വചനം കൊണ്ടാണ് സാത്താനെ എപ്പോഴും അകറ്റിക്കളയുക. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഇപ്രകാരമാണ് ഈശോ വചനം കൊണ്ട് ഈ സാത്താനെ അകറ്റിയത്. നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങളെ നമ്മൾ അതിജീവിക്കണമെങ്കിൽ, നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തടസ്സങ്ങളെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കണമെങ്കിൽ നമുക്കുണ്ടാകേണ്ടത് ഇപ്രകാരം വചനം കൊണ്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറണം എന്നുള്ളതാണ്. ഈശോയുടെ ഹൃദയം നമ്മളെ പഠിപ്പിക്കുക ഇപ്രകാരമാണ്, വചനം കൊണ്ട് സാത്താനെയും പ്രലോഭനങ്ങളെയും ഒക്കെ കീഴടക്കണമെന്നാണ് ഈശോയുടെ ഹൃദയം നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുക. ധൂർത്തപുത്രന്റെ ഉപമയിൽ നമ്മൾ കാണുന്നുണ്ട്, പിതാവിൻ്റെ സ്വത്തെല്ലാം മേടിച്ചു കൊണ്ടുപോകുന്ന ഒരു പുത്രനെ നമ്മൾ കാണുന്നുണ്ട്. ആ പിതാവിൻ്റെ ഓഹരിയെല്ലാം മേടിച്ച് ആ സ്വത്ത് വകകളെല്ലാം അദ്ദേഹം ധൂർത്തഴിച്ച് കഴിയുമ്പോൾ ആ ധൂർത്തപുത്രൻ തിരിച്ചു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മളൊന്ന് നോക്കുമ്പോൾ, ആ വിധിക്കാതെ ആ പുത്രനെ എപ്പോഴും കാത്തിരുന്ന ആ പിതാവിൻ്റെ ഹൃദയമാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. ഇപ്രകാരം വഴിതെറ്റിപ്പോയവരെ, ചിതറിയവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കാനുള്ള ഒരു ആഹ്വാനമാണ് ഈശോയുടെ തിരുഹൃദയം നമുക്ക് നൽകുക. അതുപോലെ തന്നെ കാണാതായ നാണയത്തിൻ്റെതാണെങ്കിലും കാണാതായ ആടിൻ്റെ ഉപമയിലൊക്കെ ഇപ്രകാരം ഈശോ നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് അളവറ്റ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉടമയായി മാറുവാനുള്ള ആഹ്വാനമാണ്. ജപ്പാനിലുള്ള ഒരു കലാരീതിയുടെ പേര് കിൻസുഗി എന്നാണ്. ഈ കലാരീതി നമുക്കിത് പറഞ്ഞു തരുന്ന ഒരു പാഠം ഇപ്രകാരമാണ്, പൊട്ടിപ്പോയതിനെ ചിതറിയതിനെ ചേർത്ത് വയ്ക്കണമെന്നുള്ള ഒരു ആശയമാണ് ഈ കലാരീതി നമ്മളോട് പറഞ്ഞു തരിക. അവർ ചെയ്യുക, പൊട്ടിയ പാത്രങ്ങളൊക്കെ അവർ ലോഹവും മറ്റു സ്വർണ്ണ മിശ്രിതങ്ങളുമൊക്കെ ചേർത്ത് അവർ ഈ പൊട്ടിപ്പോയ പാത്രത്തിനെ വലിച്ചെറിയാതെ അതിന് കൂടുതൽ മൂല്യമുള്ളതാക്കി വിറ്റഴിക്കുന്ന ഒരു കലാരീതിയാണ് ഈ കിൻസുഗി എന്ന് പറയുക. പൊട്ടിപ്പോയതിനെ ചിതറിയതിനെയൊക്കെ വലിച്ചെറിയാതെ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമുക്ക് മൂല്യമുള്ളതാക്കി മാറ്റുവാനായിട്ട് കൂടുതലായിട്ട് സാധിക്കുക. ഈശോയുടെ ഹൃദയം അളവറ്റ ഹൃദയമുള്ളതാണ് എന്ന് പറയുമ്പോൾ പൊട്ടിപ്പോയതിനെയും ചിതറിയതിനെയും വിഭജിച്ചു പോയവനെയും ഒക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു ഹൃദയമാണ് ഈശോയുടേത്. അതുതന്നെയാണ് നമ്മൾ കാണുക. കാല് കഴുകുന്ന ഈശോയുടെ സ്നേഹത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒറ്റിപ്പറയുന്നവനെയും തള്ളിപ്പറയാൻ പോകുന്നവനെയും ഒക്കെ ഈശോ മനസ്സിലാക്കിക്കൊണ്ട് ആ ഹൃദയത്തിലേക്ക് ഈശോ ചേർത്ത് പിടിച്ചുകൊണ്ട് അവന് അളവറ്റ സ്നേഹം നൽകിക്കൊണ്ട് തിരിച്ചെടുക്കുന്ന ആ ഒരു വലിയ ഹൃദയത്തിന് ഉടമയായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണമെന്ന് ഈശോയുടെ തിരുഹൃദയം നമ്മളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ആറാമതായി, ഈശോയുടെ ഹൃദയം അനുകമ്പയുള്ള ഒരു ഹൃദയമായിരുന്നു എന്നുള്ളതാണ്. സുവിശേഷത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, മറുകരയിൽ വിഷമിച്ച് നിൽക്കുന്ന ഒത്തിരിയേറെ ജനങ്ങളെ ഈശോ കണ്ടുമുട്ടുന്നുണ്ട്. ഇപ്രകാരം ഈശോ കണ്ടുമുട്ടുമ്പോൾ തൻ്റെ അത്രയും നേരത്തെ ആ ഒരു ജോലികളോ ആ ഒരു തടസ്സങ്ങളോ ഒന്നും ഈശോ അവരോട് കാണിക്കുന്നില്ല. മറിച്ച് അവരെയെല്ലാം ചേർത്ത് പിടിക്കുവാനും അവരെ
കൂടുതലായിട്ട് കരുതുവാനുമൊക്കെ ആയിട്ട് സാധിക്കുകയാണ്. ഈ ജനക്കൂട്ടത്തിൽ ഒത്തിരിയേറെ രോഗപീഠകൾ അനുഭവിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒത്തിരിയേറെ പാപത്തിൽ കഴിയുന്ന വ്യക്തികളുണ്ട്. ഒത്തിരിയേറെ ആവശ്യങ്ങളുമായിട്ട് ഈശോയെ സമീപിക്കുന്ന വ്യക്തികളൊക്കെയുണ്ട്. ഇവരുടെ ഹൃദയവിചാരങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ മറുകരയിൽ നിൽക്കുന്ന ജനങ്ങളോട് ഈശോ അനുകമ്പയോടെ പെരുമാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു വലിയ ജനക്കൂട്ടത്തിന് ആ ഈശോയുടെ ഒരു പ്രവൃത്തി മൂലം അപ്പവും മീനും നൽകിക്കൊണ്ട് അവരുടെ വിശപ്പിനെയും ദാഹത്തെയും ഒക്കെ ശമിപ്പിക്കുന്ന ഈശോയുടെ അനുകമ്പയുള്ള ഹൃദയം നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ ഹൃദയം നമ്മളെ ക്ഷണിക്കുക അനുകമ്പയുള്ള ഒരു ഹൃദയത്തിലേക്ക് വളരുവാനായിട്ടാണ്. നമ്മുടെ അയൽവക്കത്തുള്ളവർക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിൽ വേദനിക്കുന്നവർക്ക് വേണ്ടി, നമ്മുടെ വിദ്യാലയങ്ങളിൽ വേദനിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടിയൊക്കെ നമ്മുടെ ഹൃദയം മുറിയണം, നമ്മുടെ ഹൃദയം അനുകമ്പയുള്ളതായി മാറണമെന്ന് ഈശോയുടെ തിരുഹൃദയം നമ്മളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഏഴാമതായിട്ട് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മൾ കാണുക, ഈശോയുടെ ഹൃദയം ശാന്തതയും വിനീതവുമായിട്ടുള്ള ഒരു ഹൃദയമായിരുന്നു എന്നുള്ളതാണ്. ഇപ്രകാരം ശാന്തവും വിനീതവുമായിട്ടുള്ള ഒരു ഹൃദയം സ്വന്തമാക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ ദൈവഹിതങ്ങൾക്ക് അനുസരിച്ച് ചരിക്കുന്ന വ്യക്തികളായിട്ട് മാറണമെന്നാണ് ഈശോയുടെ ഹൃദയം നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുക. ഈശോ മലമുകളിലേക്ക് കയറി പ്രാർത്ഥിച്ചതുമൊക്കെ ഈ ശാന്തതയിൽ ദൈവത്തെ അറിയുന്നതിന് വേണ്ടിയായിരുന്നു. ഒരുപക്ഷെ ഇന്നത്തെ ട്രെൻഡുകളും വൈബുകളുമൊക്കെ മാറി മാറി ഒച്ചപ്പാടുകളുടെയൊക്കെ കാലഘട്ടത്തിലേക്കൊക്കെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു നിമിഷം ശാന്തമായിരിക്കുവാൻ ഒത്തിരിയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളാണ് നമ്മളൊക്കെ. ഈ ഒരു അവസരത്തിൽ ഈശോയുടെ ഹൃദയം നമ്മളെ പഠിപ്പിക്കുക ശാന്തതയിൽ ദൈവത്തെ അറിയുക. ആ ദൈവത്തെ മനസ്സിലാക്കുമ്പോഴാണ് ഈശോയുടെ ഹൃദയത്തിലേക്ക് നമുക്കും വളരുവാനായിട്ട് സാധിക്കുക. ശബ്ദകോലാഹലങ്ങളില്ലാതെ ഒരു നിമിഷമെങ്കിലും തമ്പുരാനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ആ ശാന്തതയിലേക്ക് നമുക്ക് വളരുവാനായിട്ട് സാധിക്കുക. വചനം പറയുന്നുണ്ടല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ജീവിതത്തിൻ്റെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. ഈ അവസ്ഥയിലൊക്കെ ഈശോയുടെ ഹൃദയവുമായിട്ട് നമുക്ക് ചേരണമെങ്കിൽ, ഈശോയുടെ ആ ശാന്തഗുണം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ചേർത്തെടുക്കണമെങ്കിൽ ഇപ്രകാരം ശാന്തതയുള്ള വ്യക്തികളായിട്ട് മാറണമെന്ന് ഈശോയുടെ ഹൃദയം നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. എട്ടാമതായിട്ട് നമ്മൾ കാണുക, ഈശോയുടെ ഹൃദയം കാരുണ്യമുള്ള ഒരു ഹൃദയമാണ് എന്നുള്ളതാണ്. കരുണ വറ്റിപ്പോകുന്ന, കരുണയ്ക്ക് ഒരു പ്രാധാന്യവുമില്ലാത്ത ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുക. ഭാര്യയ്ക്ക് ഭർത്താവിനോടോ, ഭർത്താവിന് ഭാര്യയോടോ, മക്കൾക്ക് മാതാപിതാക്കളോടോ, മാതാപിതാക്കൾക്ക് മക്കളോടോ, എന്തിന് ബന്ധുമിത്രാദികൾക്കോ സഹോദരങ്ങൾക്കോ ആർക്കും ആരോടും കരുണയില്ലാത്തൊരു ലോകത്താണ് നമ്മളൊക്കെ ഇന്ന് ജീവിക്കുക. കരുണ വറ്റിപ്പോകുന്ന ആ സമൂഹത്തിൽ എപ്രകാരമാണ് ഈശോയുടെ ഹൃദയത്തിലേക്ക് നമ്മൾ വളരുവാനായിട്ട് ചിന്തിക്കേണ്ടതെന്ന് നമ്മൾ ഓരോരുത്തരും ഈ അവസരത്തിൽ മനസ്സിലാക്കണം. സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്, തളർവാദ രോഗിയോടും പാപികളോടും ചുങ്കക്കാരോടും സമൂഹം പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തികളോടും സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ചിരുന്ന വ്യക്തികളോടുമൊക്കെ ഈശോ കരുണയോടെ പെരുമാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് വചനത്തിലൂടെ പറയുകയാണ്. ഇപ്രകാരം ഈശോയുടെ ഹൃദയം കരുണയിലേക്ക് വളരുവാൻ നമ്മളെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കുകയാണ്. കരുണ വറ്റിപ്പോകുന്ന ഈ ലോകത്ത് കരുണയുടെ ഭാവങ്ങളായി മാറുമ്പോഴാണ് ഈശോയുടെ ഹൃദയത്തിലേക്ക് നാം ഓരോരുത്തരും വളരുക. കവി പ്രകാരം പാടുന്നുണ്ടല്ലോ, ചിലരുടെ തൃഷ്ണ കുറയ്ക്കുവാൻ കുത്തുന്നു പലരുടെ കണ്ണ് തണ്ണീരിനായി. ചിലരുടെ തൃഷ്ണ കുറയ്ക്കുവാൻ കുത്തുന്നു പലരുടെ കണ്ണ് തണ്ണീരിനായി. നമുക്കറിയാം, സ്വാർത്ഥ മനോഭാവത്തോടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും. ഇപ്രകാരം സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് ഈശോയുടെ സ്നേഹത്തിലേക്ക് വളരുമ്പോൾ നമ്മൾ കരുണയിലേക്ക്, ആ സ്നേഹത്തിലേക്ക് നമ്മൾ ഭാഗവാക്കുകളാകുകയാണ്. ഈശോയുടെ സ്നേഹത്തിലേക്ക് നമ്മൾ വളരുകയാണ്. ഇപ്രകാരം ഒരു കരുണയിലേക്കാണ് ഈശോയുടെ തിരുഹൃദയം നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുക. 1899 ലിയോ 13 മാർപ്പാപ്പയാണ് ഈ ലോകത്തെ മുഴുവൻ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചത്. നമുക്കറിയാം എപ്രകാരമാണ് ഈ തിരുഹൃദയ ഭക്തി നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്ക് അല്ലെങ്കിൽ സഭയിലേക്ക് കടന്നു വന്നതെന്ന്. വിസിറ്റേഷൻ സന്യാസ സഭയിലെ സിസ്റ്ററായിരുന്ന മാർഗറ്റ് മേരി അലക്കോക്ക് എന്ന് പറയുന്ന കന്യാസ്ത്രീക്ക് ദൈവം പല സമയത്തായിട്ട് നൽകിയ വ്യക്തിഗതമായിട്ടുള്ള ദർശനങ്ങളിലൂടെയാണ് തിരുഹൃദയ ഭക്തി സഭയിലേക്കൊക്കെ കടന്നു വന്നത്. ഈശോ ഓരോ പ്രാവശ്യവും ഈ സിസ്റ്ററിന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. അതിൻ്റെ മുഖ്യ സന്ദേശം ഇപ്രകാരമാണ്:
മനുഷ്യരോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയം ജ്വലിക്കുകയാണ് എന്നാണ്. മനുഷ്യരോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയം ജ്വലിക്കുകയാണ് എന്നാണ് ആ സിസ്റ്ററിനോട് ഈ വ്യക്തിഗതമായിട്ടുള്ള എല്ലാ സന്ദേശങ്ങളിലും ഈശോ പറഞ്ഞു കൊടുത്തത്. ഇപ്രകാരം നമുക്ക് വേണ്ടി ജ്വലിക്കുന്ന ഒരു ഹൃദയമാണ് ഈശോയുടേത്. ഈ ജ്വലിക്കുന്ന ഹൃദയത്തിലേക്ക് നമ്മൾ വളരുമ്പോഴാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഭക്തിയും ആഴമായിട്ടുള്ള ആ വിശ്വാസത്തിലേക്കുമൊക്കെ നമുക്ക് വളരുവാനായിട്ട് സാധിക്കുക. ഹൃദയമുള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറണം. ഹൃദയമില്ലാത്ത ഈ ലോകത്ത് ഹൃദയമുള്ള വ്യക്തികളായിട്ട് മാറുമ്പോഴാണ് ഈശോയുടെ തിരുഹൃദയം നമ്മളെ ആ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുക. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് വളരുവാനായിട്ട് സാധിക്കുക. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്കും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിലേക്കും ഒക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നോക്കുമ്പോഴൊക്കെ കാണുവാൻ സാധിക്കുക അവരുടെയൊക്കെ ഹൃദയം എപ്പോഴും അപരന് വേണ്ടി ജീവിച്ച ഹൃദയങ്ങളായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ തനിക്ക് സ്വന്തമാകാമായിരുന്ന പല നന്മകളെയും മാറ്റി നിർത്തിക്കൊണ്ട് അപരന് വേണ്ടി മുറിഞ്ഞ ഹൃദയമായിരുന്നു പരിശുദ്ധ അമ്മയുടേത്. മറ്റുള്ളവരുടെ സ്വപ്നത്തിന് വേണ്ടി തൻ്റെ ആഗ്രഹങ്ങളെ വില കൊടുത്തവനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. മറ്റുള്ളവർക്ക് വേണ്ടി മുറിഞ്ഞവനാണ്. ഇപ്രകാരം ദൈവത്തിൻ്റെ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ വളരുമ്പോഴാണ് ഈശോയുടെ തിരുഹൃദയ മാസത്തിന് അല്ലെങ്കിൽ ഈശോയുടെ തിരുഹൃദയ ഭക്തിക്ക് എപ്പോഴും ആഴവും അർത്ഥവും കൈവരിക. ഒരു ഗ്രീക്ക് ചിന്ത ഇപ്രകാരമാണ്: നമ്മളുടെയൊക്കെ മരണത്തിന് ശേഷം നമ്മൾ സ്വർഗ കവാടത്തിലേക്ക് എത്തുമ്പോൾ മാലാഖ ആദ്യമായിട്ട് നോക്കുക നമ്മുടെ ഹൃദയവും പാദവുമാണ്. ആരുടെയൊക്കെ പാദങ്ങൾ മുറിഞ്ഞിട്ടുണ്ടോ, ആരുടെയൊക്കെ ഹൃദയങ്ങൾ മുറിഞ്ഞിട്ടുണ്ടോ അവരെ മാലാഖ അകത്തേക്ക് കടത്തിവിടും. ഈ ഗ്രീക്ക് ചിന്ത നമ്മളെ പ്രചോദിപ്പിക്കേണ്ടതും ഇപ്രകാരമാണ്: അപരന് വേണ്ടി മുറിയുന്ന ഹൃദയവും അപരന് വേണ്ടി ചലിക്കുന്ന പാദങ്ങളും നമുക്ക് സ്വന്തമായിട്ടുണ്ടാകുമ്പോഴാണ് ഈശോയുടെ തിരുഹൃദയ ഭക്തിയിലേക്ക് നമുക്ക് വളരുവാനായിട്ട് സാധിക്കുക. വളരെ പ്രത്യേകമായിട്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളതും ഇത് തന്നെയാണ്. ഈശോയുടെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയമാക്കി മാറ്റണമെങ്കിൽ നമ്മൾ ആ ഹൃദയത്തിലേക്ക് വളരണം. ഈശോയെ മനസ്സിലാക്കണം. അവൻ്റെ മൂല്യങ്ങളിലേക്കും അവൻ്റെ മൂല്യബോധങ്ങളിലേക്കും നമ്മൾ വളരുമ്പോഴാണ് ഈശോയുടെ തിരുഹൃദയ ഭക്തിയുടെ ആഴവും അർത്ഥവും വ്യാപ്തിയും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ പറയുന്നു: ഞാൻ വന്നിരിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ഇപ്രകാരം നമുക്ക് വേണ്ടി നിത്യജീവൻ നൽകുവാൻ വേണ്ടി എഴുന്നള്ളിയിരിക്കുന്നവനാണ് നമ്മുടെ ഈശോ. ഈശോയുടെ ഹൃദയത്തിലേക്ക് നമുക്ക് വളരാം. ആ സ്നേഹത്തിൽ നമുക്ക് ഒന്നായി മാറാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾ ഓരോരുത്തരെയും നിമിഷം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ആകുലതകളെയും ഞങ്ങളുടെ നിരാശകളെയും ഞങ്ങളുടെ എല്ലാ വിഷമസന്ധികളെയും ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങേ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനും ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തെ സ്വന്തമാക്കുവാനും അങ്ങ് കാണിച്ചു തന്ന ആ മൂല്യത്തിൽ വളരുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളെ ഒന്നാക്കി മാറ്റണമേ. നിത്യപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.